Hi all, welcome back to Competitive Cracker. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ KSEB വർക്കറിന്റെ മൊഡ്യൂൾ 4-ലെ ബേസിക് ആയിട്ടുള്ള AC ഫണ്ടമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സിലബസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തത് ഇന്ന് എന്തായിരുന്നു പഠിക്കാൻ? AC ഫണ്ടമെന്റലിലെ ബേസിക് കാര്യങ്ങൾ പഠിക്കാനായിട്ടായിരുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് MCQസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോം ഫാക്ടർ ഫോർ എ സൈൻ വേവ് ഈസ്. സൈൻ വേവിന്റെ ഫോം ഫാക്ടർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഫോം ഫാക്ടർ ഫോർ എ സൈൻ വേവ് എന്തായിരിക്കും? ഓപ്ഷൻ എ 1.414, ഓപ്ഷൻ ബി 1.11, ഓപ്ഷൻ സി 0.637, ഓപ്ഷൻ ഡി 0.707. എന്താണ് ഫോം ഫാക്ടർ? നമ്മൾ കുറെ ടെർമിനോളജീസും ടേംസും കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ? ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, അതുപോലെ ക്രസ്റ്റ് ഫാക്ടർ, ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കാണും അല്ലെ? അപ്പൊ ഫോം ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? ഓർമ്മയുണ്ടോ മക്കളെ? എന്തായിരുന്നു ഫോം ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഫോം ഫാക്ടർ ഈക്വൽ ടു എന്തായിരുന്നു? RMS വാല്യൂ അല്ലെ? RMS വാല്യൂ ബൈ എന്തായിരുന്നു പഠിച്ചത്? ആവറേജ് വാല്യൂ ആയിരുന്നു അല്ലെ? അപ്പൊ ഫോം ഫാക്ടർ FF എന്ന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഫോം ഫാക്ടർ ഈക്വൽ ടു എന്തായിരുന്നു പഠിച്ചത്? ഓർമ്മയുണ്ടോ? RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആയിരുന്നു. എന്താണ് ഈ RMS വാല്യൂ വരുന്നത്? അതായത് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കാതെ? ഫോം ഫാക്ടർ ഈക്വൽ ടു എന്താ കണ്ടുപിടിച്ചത്? പോയിന്റ് അല്ലെ? എന്താ വന്നിട്ടുള്ളത്? 0.707 അല്ലെ? 0.707 VM ഡിവൈഡഡ് ബൈ എന്താ ചെയ്യേണ്ടത്? 0.707 ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? 0.637 അല്ലെ? 637 VM ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഫോം ഫാക്ടറിന്റെ വാല്യൂ കിട്ടുന്നതാണ്. അപ്പൊ ഫോം ഫാക്ടർ ഈക്വൽ ടു എന്തായിരുന്നു വന്നത്? ഫോം ഫാക്ടർ ഈക്വൽ ടു 1.11 കിട്ടി കാണും അല്ലെ? ഫോം ഫാക്ടർ ഈക്വൽ ടു 1.11. അതായത് ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് വാല്യൂ അല്ലെ? ആവറേജ് വാല്യൂ ഡിവൈഡഡ് ബൈ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 4-ലെ MCQ സീരീസ് ആണ് അല്ലെ? അപ്പൊ മൊഡ്യൂൾ 4-നകത്ത് എന്തായിരുന്നു പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്? AC ഫണ്ടമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. AC ഫണ്ടമെന്റലിലെ കുറച്ച് ടേംസും കാര്യങ്ങളും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അത് ഇന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത് നമുക്കൊന്ന് നോട്ട് ചെയ്തിട്ട് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോം ഫാക്ടർ ഓഫ് എ സൈൻ വേവ് ഈസ്. സൈൻ വേവിന്റെ ഫോം ഫാക്ടർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് സൈൻ വേവിന്റെ ഫോം ഫാക്ടർ? നോക്കിയേ, ഓപ്ഷൻ എ എന്താണ്? ഓപ്ഷൻ എ ഈക്വൽ ടു 1.414, ഓപ്ഷൻ ബി ഈക്വൽ ടു 1.11, ഓപ്ഷൻ സി ഈക്വൽ ടു 0.637, ഓപ്ഷൻ ഡി ഈക്വൽ ടു 0.707. അപ്പൊ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS വാല്യൂ ഡിവൈഡഡ് ബൈ അല്ലെ? ഫോം ഫാക്ടർ ഈക്വൽ ടു എന്താ? RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്ന? ഫോം ഫാക്ടർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.707 VM അല്ലെ? ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ എന്തായിരുന്നു? 0.637 അല്ലെ? 0.637 VM ആണ്. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഫോം ഫാക്ടർ ഈക്വൽ ടു 1.11 എന്ന് കിട്ടും അല്ലെ? ഫോം ഫാക്ടർ ഈക്വൽ ടു 1.11. നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോം ഫാക്ടർ ഈക്വൽ ടു എന്താണ്? RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. മറന്നു പോകരുത്, വാല്യൂസും ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് റിലേറ്റഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ PC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി 1.11 ആണ് ഫോം ഫാക്ടറിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 2. The reciprocal of frequency in an alternating quantity is. ചെറിയ ക്ലാസ്സുകളിലെ പഠിക്കുന്നതാണ് അല്ലെ? Reciprocal of a frequency in an alternating quantity. എന്താണ് reciprocal of a frequency in alternating quantity എന്ന് പറയുന്നത്? സൈക്കിൾ. ആദ്യം നോക്കിയ ഓപ്ഷൻ എ സൈക്കിൾ, ഓപ്ഷൻ ബി ടൈം പീരീഡ്, ഓപ്ഷൻ സി RMS വാല്യൂ, ഓപ്ഷൻ ഡി എന്താ? ആംപ്ലിറ്റ്യൂഡ്. എന്താണ് reciprocal of a frequency? ഫ്രീക്വൻസി ഈക്വൽ ടു 1 ബൈ ടൈം പീരീഡ്. പഠിച്ചിട്ടില്ലേ? F ഈക്വൽ ടു 1 ബൈ T അല്ലേ? അപ്പൊ എന്താണ് റെസിപ്രോക്കൽ ഓഫ് എ ഫ്രീക്വൻസി ഇൻ ആൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ഏതായിരിക്കും?
സൈക്കിൾ ആണോ? സൈക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് അല്ലെ, കംപ്ലീറ്റ് സൈക്കിളിനെ അല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ എന്താ സൈക്കിൾ. ഇത് കംപ്ലീറ്റ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ. സൈക്കിൾ ഒന്നും അല്ല ഇതിനകത്ത്. പിന്നെ നോക്കി RMS വാല്യൂ, ആംപ്ലിറ്റ്യൂഡ് ആണോ? അല്ല. അതുപോലെ RMS വാല്യൂ ആണോ? അല്ല. ഫ്രീക്വൻസി ഇൻ ആൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി, റെസിപ്രോക്കൽ ഓഫ് എ ഫ്രീക്വൻസി ഇൻ ആൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. The amplitude factor for sinusoidal alternating voltage is. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളുടെ ക്രസ്റ്റ് ഫാക്ടർ ആണ് ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ക്രസ്റ്റ് ഫാക്ടറിനെയാണ് എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ. മാറിപ്പോവരുത് കേട്ടോ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പീക്ക് വാല്യൂ അല്ലെ, എത്രയാണോ പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. അപ്പൊ ഞാൻ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ ഇതാണ്. ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ ഈക്വൽ ടു എന്താണ്? എങ്ങനെയാ കണ്ടുപിടിക്കുക? പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ എന്താണ്? RMS വാല്യൂ ആണ്. പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ അല്ലെങ്കിൽ എന്താണ്? ക്രസ്റ്റ് ഫാക്ടർ പറയുന്ന ആള്. പീക്ക് വാല്യൂ പറഞ്ഞാൽ എന്താ? പീക്ക് വാല്യൂ എങ്ങനെയാ എഴുതുക? VM അല്ലെ, മാക്സിമം പീക്ക് വാല്യൂ VM ഡിവൈഡഡ് ബൈ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? VM ബൈ √2 അല്ലെ. VM ബൈ √2 ആണ് നമ്മളുടെ RMS വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? 1/√2. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇതിനകത്ത്? 1/√2 ഉണ്ടോ? ഇല്ല. പക്ഷെ 1/√2 എന്തിന് ഈക്വൽ ആണ്? 1 അല്ലെ, 1.414 ഈക്വൽ ആണ്. സോ അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഇതിനകത്ത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടറിന് നമുക്ക് വേറൊരു പേരുണ്ട് കേട്ടോ. ആ നെയിം നിങ്ങൾ ഓർത്ത് വെക്കണം. എന്താണ്? ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്ന ഫാക്ടർ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്രസ്റ്റ് ഫാക്ടർ ആയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ദ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ ഓർ ക്രസ്റ്റ് ഫാക്ടർ ഫോർ എ സൈനസോയിഡൽ വേവ് ഫോം എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്? 1.414 ആണ്. മറന്നു പോകരുത് കേട്ടോ. 1.414 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. The ratio of RMS value to the average value in a circuit is. എന്താണ്? റേഷ്യോ ഓഫ് എന്താ പറഞ്ഞിട്ടുള്ളത്? RMS വാല്യൂ ടു എ ആവറേജ് വാല്യൂ ഇൻ എ സർക്യൂട്ട് ഈസ്. എന്താണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്? നോക്കിയേ. ഓപ്ഷനിൽ വരുന്നത് ആരൊക്കെയാണ്? പവർ ഫാക്ടർ അല്ലെ, പവർ ഫാക്ടർ, ഫോം ഫാക്ടർ, ക്രസ്റ്റ് ഫാക്ടർ, ഫേസ് ഡിഫറൻസ്. ആരൊക്കെയാണ്? പവർ ഫാക്ടർ, ഫോം ഫാക്ടർ, ക്രസ്റ്റ് ഫാക്ടർ, ഫേസ് ഡിഫറൻസ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ വരിക? റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്താ? നമ്മൾ കണ്ടു അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ കണ്ടു. ഫോം ഫാക്ടർ ആണ്. അപ്പൊ ഫോം ഫാക്ടർ ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഫോം ഫാക്ടറിന് ഡീറ്റെയിൽ പറയണോ? എന്താണ് ഫോം ഫാക്ടർ ഈക്വൽ ടു? RMS വാല്യൂ ബൈ എന്താണ്? ആവറേജ് വാല്യൂ ആണ്. ആവറേജ് വാല്യൂ എന്തായിരുന്നു? 1.11 ആയിരുന്നു ആ വാല്യൂ. അത് നോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അത് നോട്ട് ചെയ്ത് പോകാം കേട്ടോ. റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ ഇൻ എ AC സർക്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ ഫോം ഫാക്ടർ ആണ്. മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഇൻ AC സർക്യൂട്ട് ഫ്രം ദ ഫോളോയിങ് എലമെന്റ് ദ പവർ കൺസ്യൂംഡ് ഈസ്. താഴെ കുറച്ച് എലമെന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. നോക്കിയേ. ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ്. ഈ എലമെന്റ്സ് നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഇൻഡക്ടൻസ് എന്താണ്, കപ്പാസിറ്ററും റെസിസ്റ്ററും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് എന്താ പറയുന്നത്? എലമെന്റ്സ് ദാറ്റ് പവർ കൺസ്യൂംഡ് ചെയ്യുന്ന എലമെന്റ് ആരാണെന്നാണ്. പവർ കൺസ്യൂം ചെയ്യുന്ന എലമെന്റ് ആരായിരിക്കും? പവർ കൺസ്യൂം ചെയ്യുന്ന എലമെന്റ് ഇതിനകത്ത്. ഇപ്പൊ നോക്കിയേ, 3 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ എന്താ പറയുന്നത്? ബോത്ത് 1 and 2. അതായത് ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും പവർ കൺസ്യൂം ചെയ്യോ? ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാണ് നമ്മളുടെ ഇൻഡക്ടൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇൻഡക്ടൻസിന്റെ കേസ് നമ്മൾ ഗ്രാഫൊക്കെ വെച്ച് പഠിക്കുന്ന കേസാണ് അല്ലെ. ഇൻഡക്ടൻസിൽ എന്താ സംഭവിക്കുക? കറന്റ് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി അല്ലെ. അങ്ങനെയല്ലേ നോക്കിയിട്ടുള്ളത്. അപ്പൊ എന്ത് സംഭവിക്കുക? കൺസ്യൂം ചെയ്യോ പവർ? ഇല്ല. അപ്പൊ 0 ആണ്. അടുത്തത് നോക്കിയേ. കപ്പാസിറ്റൻസിന്റെ കേസ് ആവുമ്പോൾ എന്തായിരുന്നു പഠിച്ചത്?
കറന്റ് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആണ്. ആ ഒരു കേസിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പവർ കൺസ്യൂം ചെയ്യുന്നില്ല. പക്ഷെ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ എന്താണ്, റെസിസ്റ്റീവ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ യൂണിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആരാണ് ഇവിടെ താഴെ തന്നിട്ടുള്ള ഏതാണ് ഇവിടെ പവർ കൺസ്യൂം ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ആണ് പവർ കൺസ്യൂം ചെയ്യുന്നത് കേട്ടോ. ആരാണ് പവർ കൺസ്യൂം ചെയ്യുന്നത്? നമ്മളുടെ റെസിസ്റ്റൻസ് ആണ് ഇവിടെ പവർ കൺസ്യൂം ചെയ്യുക. അപ്പൊ ഓപ്ഷൻ ഏതാണ് വരുന്നത് നോക്കിയേ, സി ഓൺലി വരുന്നത്, ഏതാ വരുന്നത്? ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ബി 2 ഓൺലി, ഡി 3 ഓൺലി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, 3 ഓൺലി. റെസിസ്റ്റൻസ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ ആരാണ്? ഇൻ എ സർക്യൂട്ട് ഫ്രം ദ ഫോളോയിങ് എലമെന്റ് ദ പവർ കൺസ്യൂംഡ് ഈസ്, പവർ കൺസ്യൂം ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. Which of the following average value of an AC sine wave? AC sine waveന്റെ ആവറേജ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. നോക്കിയേ, which of the following average value of a AC sine wave? 0.637 Imax. Option B 6.37 Imax. Option C 0.707 Imax. Option D 7.07 Imax. അപ്പൊ ആവറേജ് വാല്യൂ എന്തായിരുന്നു? ആവറേജ് വാല്യൂ എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഐ ആവറേജ് അല്ലെങ്കിൽ വി ആവറേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 2/π Imax അല്ലെ. 2/π Imax എന്ന ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചത്. അപ്പൊ എന്താ 2/3.14 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത് നമുക്ക്? എന്താ വരുന്നത്? 2/3.14 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.637 Imax എന്ന് കിട്ടിയില്ലേ? അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? 2/π Imax എന്ന് പറയുമ്പോൾ പൈന്റെ വാല്യൂ 2/3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ കിട്ടിയത് ഏതാ? 0.637 Imax എന്ന് കിട്ടി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതുപോലുള്ള വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഏതാണ് ആവറേജ് വാല്യൂ ഓഫ് എൻ AC സൈൻ വേവ് എന്ന് പറയുന്നത്? ഏതാണ്? 0.637 Imax ആണ്. 0.637 Imax ആണ് നമ്മളുടെ ആവറേജ് വാല്യൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ഈസ് ദ പൊളാരിറ്റി ഓഫ് എ AC സോഴ്സ്? ഒരു AC സോഴ്സിന്റെ പൊളാരിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. പൊളാരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നോക്കിയേ, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരുന്നത് എവിടെയാണ്? നമ്മളെ DC വരയ്ക്കുമ്പോൾ, AC വരയ്ക്കുമ്പോൾ എങ്ങനെയാ? ഈ ഒരു കേസിലാണ് അല്ലെ. ഇതല്ലേ ACയുടെ വേവ് ഫോം എന്ന് പറയുന്നത്. DCയുടെ കേസ് എടുക്കുമ്പോൾ എങ്ങനെയാ നമ്മൾ വരയ്ക്കുക? ഇതാണ് നമ്മളുടെ DC അല്ലെ. അപ്പൊ ഇതിനകത്ത് എന്താ? പൊളാരിറ്റി ഓഫ് എൻ AC സോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പോസിറ്റീവ് ടു ഗ്രൗണ്ട്. നെക്സ്റ്റ് വൺ നോക്കിയേ, നെഗറ്റീവ് ടു പോസിറ്റീവ്. അതൊക്കെ ആർക്കാ വരുന്നത്? നമ്മളെ DCയിലാണ് അല്ലെ. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണോ? അപ്പൊ AC എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ച് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. ഇത് കഴിഞ്ഞ അടുത്തത് എന്താ? വീണ്ടും ഇതിങ്ങനെ പോകും അല്ലേ. അങ്ങനെയല്ലേ ACയുടെ കേസിൽ. അപ്പോ എന്തായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത് ഇവിടെ? ഇറ്റ് ചേഞ്ചസ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. സമയം ഓരോ ടൈം അനുസരിച്ച് എന്ത് ചെയ്യും? അത് മാറിക്കൊണ്ടേയിരിക്കും. അതല്ലേ ACയുടെ പ്രത്യേകത. അപ്പൊ ദ പൊളാരിറ്റി ഓഫ് എൻ AC സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ചേഞ്ചസ് അറ്റ് എങ്ങനെയാണ്? റെഗുലർ ഇന്റർവെൽസ്. ഇറ്റ് ചേഞ്ചസ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡൊമസ്റ്റിക് സപ്ലൈ വോൾട്ടേജ് ഇൻ ഇന്ത്യ ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് സ്റ്റാൻഡേർഡ് സപ്ലൈ വോൾട്ടേജ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സപ്ലൈ വോൾട്ടേജ് എന്തായിരിക്കും? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ വരുന്നത് തന്നെയാണ് ആള്. നോക്കിയേ, 240 വോൾട്ട്, 230 വോൾട്ട്, 220 വോൾട്ട്, 250 വോൾട്ട്. ഏതാണ് സ്റ്റാൻഡേർഡ് ഡൊമസ്റ്റിക് സപ്ലൈ വോൾട്ടേജ്? സ്റ്റാൻഡേർഡ് നോട്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡൊമസ്റ്റിക് സപ്ലൈ വോൾട്ടേജ് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആസ് പെർ ഇന്ത്യൻ BIS റെഗുലേഷൻ ഒക്കെ അനുസരിച്ചിട്ട് എത്രയാണ് വരുന്നത്? 230 വോൾട്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
ഫ്രീക്വൻസി ഉണ്ട് അല്ലെ, അതുപോലെ 230 വോൾട്ട് 50 ഹെർട്സ് ഫ്രീക്വൻസിയിലല്ലേ നമുക്ക് തരുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡൊമസ്റ്റിക് സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 230 വോൾട്ട് ആണ് കേട്ടോ. നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. Why AC transmission is preferred to long distance than DC? എന്തുകൊണ്ടാണ് നമ്മൾ AC transmission പ്രിഫർ ചെയ്യുന്നത് കമ്പയർ ടു DC ഫോർ ലോങ് ഡിസ്റ്റൻസ്? എന്തുകൊണ്ടാണ് പറഞ്ഞേ? ഓപ്ഷൻ എ ലെസ് ലൈൻ ലോസസ്, ഓപ്ഷൻ ബി ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ, ഓപ്ഷൻ സി ഈസി ടു ക്യാരി ഹൈ കറന്റ്, ഓപ്ഷൻ ഡി കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഈസ് സ്മോൾ. എന്ത് റീസൺ? എന്താണ് റീസൺ? വൈ AC ട്രാൻസ്മിഷൻ ഈസ് പ്രിഫേർഡ്? നമുക്കറിയാം AC യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റും, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയില്ലേ? നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? AC ആണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് AC ട്രാൻസ്മിഷൻ ഈസ് പ്രിഫേർഡ് ടു ലോങ് ഡിസ്റ്റൻസ് ദാൻ DC എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ലോസസ് അവിടെ എന്താണ് കുറയ്ക്കാൻ പറ്റും. ട്രാൻസ്മിഷന്റെ ലൈൻ ലോസസ് കുറയ്ക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? DC-നെ കമ്പയർ ചെയ്യുമ്പോൾ AC ട്രാൻസ്മിഷൻ, ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉപയോഗിക്കുന്നത് AC-നെ. കാരണം നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാം, സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടൊക്കെ അവിടെ ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ആളിനെ. അതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ലെസ് ലൈൻ ലോസസ് ആണ് റീസൺ ട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. How much time is required by 50 Hz AC supply to complete one cycle എന്നാണ് പറഞ്ഞത്. എത്ര ടൈം എടുക്കും? എന്താ ചോദിച്ചാൽ ഹൗ മച്ച് ടൈം ഈസ് റിക്വയർഡ് ബൈ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ. 50 Hz ഫ്രീക്വൻസി AC സപ്ലൈ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും? അവിടെ തന്നിട്ടുള്ള പാരാമീറ്റർ ആരാണ്? ഫ്രീക്വൻസി ഈക്വൽ ടു 50 Hz ആണ്. ടൈം കണ്ടുപിടിക്കാൻ നമുക്കറിയാം 1/ഫ്രീക്വൻസി ചെയ്താൽ പോരെ. ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ടൈം പീരീഡ് അല്ലെ, ഫ്രീക്വൻസി റിലേഷൻ കണ്ടില്ലേ. അപ്പൊ ടൈം ഈക്വൽ ടു എന്താണ്? 1/ഫ്രീക്വൻസി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 1/ എന്താ ഫ്രീക്വൻസി 1/50 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൻസർ വരുന്നത്? 0.02 എന്ന് കിട്ടും അല്ലെ. 0.02 എന്താ വരുന്നത്? സെക്കൻഡ് എന്ന് കിട്ടും. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നോക്കിയപ്പോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? 0.02. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. ഹൗ മച്ച് ടൈം ഈസ് റിക്വയർഡ് ബൈ, ഇപ്പോൾ 60 ഹെർട്സ് തന്നു കഴിഞ്ഞാൽ എളുപ്പം T ഈക്വൽ ടു എന്താണ്? 1/f. ഫ്രീക്വൻസിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടുന്നതാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. What is the equation used to calculate the effective value of voltage in a wave? എന്ത് ഇക്വേഷൻ ആണ്? അതാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ ഇക്വേഷൻ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് വാല്യൂ VRMS ഓഫ് വോൾട്ടേജ് ഇൻ എ വേവ് ഫോം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇക്വേഷൻസ്? എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഓർമ്മയുണ്ടോ? VRMS കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മളോട് ചോദിക്കുന്നത്. VRMS ഈക്വൽ ടു എന്താ പഠിച്ചത്? VRMS ഈക്വൽ ടു Vmax ഡിവൈഡഡ് ബൈ 2. അതായത് VM മാക്സിമം വോൾട്ടേജ് അല്ലെ. VM ഡിവൈഡഡ് ബൈ √2. ഇതേ സാധനം നമ്മൾ കണ്ടതാണ് അല്ലെ. VM ഡിവൈഡഡ് ബൈ √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? 0.707 Vmax എന്ന് കൊടുക്കാം, കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, അപ്പോൾ VRMS ഈക്വൽ ടു Vmax ഡിവൈഡഡ് ബൈ √2 ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? 0.707 Vmaxന് ഈക്വൽ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. കണ്ടില്ലേ എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ വാല്യൂസ് പഠിച്ചു വെക്കുക, എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഇക്വേഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 12. The average value of a sinusoidal alternating current in a circuit is found to be 10 ampere. The maximum value of a current is. മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് എന്ത് തന്നിട്ടുണ്ട്? ആവറേജ് വാല്യൂ
നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ആണ് അല്ലെ. എന്താ തന്നിട്ടുള്ളത്? ആവറേജ് വാല്യൂ ഓഫ് എ സൈനസോയിഡൽ ആൾട്ടർനേറ്റിംഗ് കറന്റ് ഇൻ എ സർക്യൂട്ട് ഈസ് ഫൗണ്ട് ടു ബി 10 ആംപിയർ. എന്താ തന്നിട്ടുള്ളത്? ഐ ആവറേജ് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ആംപിയർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐ മാക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐ മാക്സ് കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ഫോർമുല? പൈ ഇൻറ്റു അല്ലെ, പൈ ഇൻറ്റു ഐ ആവറേജ് ഡിവൈഡഡ് ബൈ എന്തായിരുന്നു വന്നത്? 2 അല്ലെ. പൈ ബൈ 2 ഇൻറ്റു ഐ ആവറേജ് ചെയ്താൽ മതി. പൈ ബൈ 2 ഇൻറ്റു എന്താണ്? ഐ ആവറേജ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുന്നത്? പൈ ബൈ 2 ഇൻറ്റു 10 ചെയ്താൽ പോരെ? അതായത് 3.14 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ നിയർലി 15.7 ആംപിയർ എന്ന് കിട്ടും കേട്ടോ. എന്ത് കിട്ടും? 15.7. അതായത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 3.14 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 15.7 ആംപിയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നോട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. The peak value of a AC is 2√2 ആംപിയർ. Its RMS value will be. RMS വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ് ചോദിച്ചിട്ടുള്ളത്? പീക്ക് വാല്യൂ തന്നിട്ടുണ്ട്. പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 2√2 ആണ് പീക്ക് വാല്യൂ അല്ലെ, IM. പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്? RMS വാല്യൂ. അപ്പൊ IRMS ഈക്വൽ ടു എന്താ? പീക്ക് വാല്യൂ IM ഡിവൈഡഡ് ബൈ √2 അല്ലെ, IM ഡിവൈഡഡ് ബൈ √2. അപ്പൊ പീക്ക് വാല്യൂ ഇവിടെ എന്താ? 2√2 ഡിവൈഡഡ് ബൈ √2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പീക്ക് വാല്യൂ, അതായത് IMന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ? 2√2 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ IRMS കണ്ടുപിടിക്കാനുള്ള ഫോർമുല മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. IRMS ഈക്വൽ ടു എന്താ? IM ഡിവൈഡഡ് ബൈ √2 ആണ്. എന്താ? 2√2 ഡിവൈഡഡ് ബൈ √2 ചെയ്യുമ്പോൾ 2 ആംപിയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു പോവേണ്ടതാണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ ഫ്രീക്വൻസി ഓഫ് എൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് ഈസ് 50 Hz. ഇൻ ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? നോക്കിയേ. ദ ഫ്രീക്വൻസി ഓഫ് എൻ ആൾട്ടർനേറ്റിംഗ് കറന്റ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ഈക്വൽ ടു എന്താ? 50 Hz എന്ന ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? 50 Hz എന്നുള്ള ഫ്രീക്വൻസി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എത്ര ടൈം റിവേഴ്സ്, ക്വസ്റ്റ്യൻ വായിക്കണേ, റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ അറിയാം? ടൈം പീരീഡ് ഈക്വൽ ടു 1 ഫ്രീക്വൻസി ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ എന്താ? 1/50 ചെയ്യും. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ 1/50 ചെയ്യുമ്പോൾ എത്രയാ? 0.02 സെക്കൻഡിന് നമുക്ക് ടൈം പീരീഡ് കിട്ടി അല്ലേ? ഇതിനകത്ത് ടൈം പീരീഡ് ആണോ ചോദിച്ചിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ടൈം ആണോ ചോദിച്ചിട്ടുള്ളത്? അല്ല. ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. എത്ര ടൈം അത് റിവേഴ്സ് ചെയ്യാൻ, ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഏത് ഫോർമുലയാണ്? T/2 ചെയ്യണം. എന്ത് ചെയ്യണം? പകുതി, T/2 ചെയ്യണം. അപ്പൊ നമുക്ക് ടൈം കിട്ടി, അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. T/2 എന്ന് പറയുമ്പോൾ 0.02 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ആൻസർ കിട്ടുന്നത്? 0.01 സെക്കൻഡ് എന്ന് കിട്ടും. 0.01 സെക്കൻഡ് എന്ന് കിട്ടും. അത് എന്തിന് ഈക്വൽ ആണ്? അത് എന്തിന് ഈക്വൽ ആണ്? 1/100 സെക്കൻഡ്സിന് അത് ഈക്വൽ ആണ്. എത്രയാണ്? 1/100 സെക്കൻഡ്സിന് അത് ഈക്വൽ ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുക. വെറുതെ ടൈം പീരീഡ് മാത്രമല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ടൈം ഇറ്റ് റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ എന്ന രീതിയിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? T/2 കിട്ടിയ ടൈമിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡസ് ഇറ്റ് റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ ആയില്ലേ?
Next question number 50. If an alternating current is represented by I equal to 10 sin 340 t, where t is in second, then the frequency is. Frequency ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഫ്രീക്വൻസി ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? ഫ്രീക്വൻസി ആണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഫോർമാറ്റ് ഉണ്ട്. I equal to എന്താ? Im sin ഒമേഗ ടി അല്ലേ? ഇങ്ങനെയല്ലേ നമ്മളുടെ ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? I equal to എന്താ തന്നിട്ടുള്ളത്? 10 മാക്സിമം കറന്റ് 10 സൈൻ 340 ടി എന്ന് തന്നിട്ടുണ്ട്. അതായത് ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ആണ് ഇത്. ഒമേഗ എന്ന് പറയുന്നത് അതാണ് നമുക്ക് എന്താ 2πf ആണ് ആംഗുലർ ഫ്രീക്വൻസിയുടെ ഫോർമുല. സോ നമുക്ക് ഇതിലല്ലേ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒമേഗ 2πf ഒരു വാല്യൂ ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. എത്രയാ? 340 എന്ന് തന്നിട്ടുണ്ട്. സോ ഫ്രീക്വൻസി ഈക്വൽ ടു 340 ഡിവൈഡഡ് ബൈ 2π ചെയ്താൽ പോരെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ. അപ്പോൾ 340 ഡിവൈഡഡ് ബൈ 2π എന്ന് പറയുന്നത് എന്തായിരിക്കും? 340 ഡിവൈഡഡ് ബൈ 2π എന്ന് പറയുന്നത് വാല്യൂ എന്താ വരുന്നത്? 40 ഹെർട്സ്, 50 ഹെർട്സ്, 60 ഹെർട്സ്, 70 ഹെർട്സ്. ഏതാ വരുന്നത്? 50 ഹെർട്സ് ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. എത്രയാ വരുന്നത്? 50 ഹെർട്സ് ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പ്രീവിയസ് ഇയറിൽ ഇത്. അപ്പൊ നോട്ട് ചെയ്യുക. അപ്പൊ ഇഫ് എൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് ഇതുപോലെ തന്നെ എന്താണ് വാല്യൂസ് ചേഞ്ച് ചെയ്യാം. I ഈക്വൽ ടു ആ ഫോർമാറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ്? I ഈക്വൽ ടു Im സൈൻ ഒമേഗ ടി. അപ്പൊ അതിന്റെ വാല്യൂസ് ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ക്ലിയർ അല്ലേ? Next question number 16. The number of cycles completed by an AC wave in 1 second is called. എന്താണ്? The number of cycles complete in AC waveform in 1 second-നെ എന്താ പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ്, ടൈം പീരീഡ്, ഫ്രീക്വൻസി, ആംഗുലർ വെലോസിറ്റി. ഏതാണ് പറയപ്പെടുന്നത്? നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് ഇൻ AC waveform in 1 second എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ ടൈം പീരീഡ് അല്ലെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതൊരു കംപ്ലീറ്റ് ചെയ്യുന്നത് എന്താ? ഒരു സൈക്കിൾ ആണ് അല്ലെ. ഇതാണ് നമ്മളുടെ എന്താ 1 സൈക്കിൾ എന്ന് പറയുന്നത്. 1 സൈക്കിൾ ആണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുത്തിട്ടുണ്ട് അല്ലെ? ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം പീക്ക് വാല്യൂ എന്നൊക്കെ നമ്മൾ പറയും. VM ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ് അല്ലെ. ആ ഒരു സൈൻ വേവും അതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ അതിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല. അപ്പൊ എന്താണ്? നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് ബൈ ആൻ AC waveform in 1 second is called എന്താ? ടൈം പീരീഡ് ആണ്. എന്താണ്? ടൈം പീരീഡ് ആണ്. സിമ്പിൾ ആണ്. ആ ഒരു ടെർമിനോളജീസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. എന്താണ് ആംപ്ലിറ്റ്യൂഡ്, എന്താണ് പീക്ക് ഫാക്ടർ, എന്താണ് ഫോം ഫാക്ടർ അല്ലെ, അതുപോലെ ആവറേജ് വാല്യൂ, സൈക്കിൾ, ഫ്രീക്വൻസി, ടൈം പീരീഡ് ഒക്കെ ആ ഒരു വേവ് ഫോം തന്നെ നിങ്ങൾ പഠിച്ചു പോകേണ്ടതാണ്. Next question number 17. In an AC circuit, the ratio of kilowatt by kVA represent kW by kVA. എന്താണ് kW by kVA എന്ന് പറയുന്നത്? kW by kVA എന്നാണ് ചോദിച്ചിട്ടുള്ളത്. kW by kVA എന്തായിരിക്കും? ട്രൂ പവർ, റിയൽ പവർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതിന്റെ യൂണിറ്റ് അല്ലേ ഇത്? അതായത് റിയൽ പവർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് റിയൽ പവർ ആണ് കിലോ വാട്ടിൽ റെപ്രസെന്റ് ചെയ്യുക അല്ലെ. റിയൽ പവർ ബൈ അപ്പാരന്റ് പവർ ആണ്. അപ്പാരന്റ് പവർ, റിയൽ പവർ ബൈ അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ പവർ ഫാക്ടർ ആണ്. പവർ ഫാക്ടർ ഈക്വൽ ടു എന്താണ്? റിയൽ പവർ ബൈ അപ്പാരന്റ് പവർ ആണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, കിട്ടിക്കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 80. The alternating quantities are added. എങ്ങനെയാണ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യുന്നത്? ഏത് രീതിയിലാണ്? ഗ്രാഫിക്കലി, ജോമെട്രിക്കലി, അരിത്തമെറ്റിക്കലി, വെക്ടോറിയലി. ഏത് രീതിയിലാണ് നമ്മളൊരു ആൾട്ടർനേറ്റിംഗ് കറന്റിനെ ആഡ് ചെയ്യുന്നത്? അത് എങ്ങനെയാ ആഡ് ചെയ്യുക? വെക്ടോർലി അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഏതിലാണ്? വെക്ടോർലി. ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. In an AC circuit,
ലാമിനേറ്റഡ് അയോൺ ഈസ് യൂസ്ഡ് ടു. എന്തിനാണ് ഒരു എ സി സർക്യൂട്ടിൽ ലാമിനേറ്റഡ് അയോൺ നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു എ സി സർക്യൂട്ടിനകത്ത് നമ്മൾ ലാമിനേറ്റഡ് അയോൺ ഉപയോഗിക്കുക? റെഡ്യൂസ് എഡ്ഡി കറന്റ് ലോസ്, റെഡ്യൂസ് സർക്യൂട്ട് പെർമിയബിലിറ്റി, മേക്ക് അസംബ്ലി ചീപ്പ്, ഇൻക്രീസ് ഹീറ്റ് റേഡിയേഷൻ. എന്താണ് റീസൺ? ഒരു എ സി സർക്യൂട്ടിൽ നമ്മൾ ഒരു ലാമിനേറ്റഡ് അയോൺ യൂസ് ചെയ്യുന്നതിന്റെ അത്യാവശ്യം എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് റെഡ്യൂസ് ദ, എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്ഡി കറന്റ് ലോസ് റെഡ്യൂസ് ചെയ്യാനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്ഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാമിനേറ്റഡ് അയോൺസ് എവിടെ യൂസ് ചെയ്യുന്നത്? എ സി സർക്യൂട്ടിനകത്ത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 20. An alternating current or voltage is that which. എങ്ങനെയാണ്? Alternating current or voltage is that which. Okay, changes in direction only, changes in magnitude only, changes in both magnitude and direction as a random movement of electrons. ഏത് രീതിയിലാണ് നടക്കുന്നത്? Alternating current or voltage is that which. എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യുന്നത്? ഇറ്റ് ചേഞ്ചസ്, അതിന്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഡയറക്ഷനും അവിടെ ചേഞ്ച് ആവില്ലേ? അല്ലേ? അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിന്റെ എന്തൊക്കെയാണ് ചേഞ്ച് ആവുന്നത്? ഇറ്റ് ചേഞ്ചസ് ബോത്ത്, ഏതൊക്കെയാണ്? ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. എങ്ങനെയാണ്? ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആണ്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 21. What is the frequency of standard AC supply in India? നമ്മൾ വോൾട്ടേജ് ആണ് ലാസ്റ്റ് ചോദിച്ചത്, കണ്ടത് അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ കണ്ടത്? വോൾട്ടേജ് ആണ്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫ്രീക്വൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തന്നു 230 വോൾട്ട് 50 ഹെർട്സ് ഫ്രീക്വൻസി അല്ലേ? അപ്പൊ ഏതാണ് സ്റ്റാൻഡേർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ് സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി ഓഫ് എ സി സപ്ലൈ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്? ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? 60 ഹെർട്സ്, 100 ഹെർട്സ്, 0 ഹെർട്സ്, ഏതാണ് നമുക്ക് ഉള്ളത്? അത് 50 ഹെർട്സ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതിലൊന്നും മാറ്റമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, ബേസിക് കാര്യങ്ങളാണ്. അപ്പൊ അതിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. The form factor for a sinusoidal AC waveform is defined as. Form factor നമ്മൾ ഫസ്റ്റ് മുതലേ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഫോം ഫാക്ടർ എന്താണെന്നുള്ളത്. അപ്പൊ നോക്കിയേ, ഫോം ഫാക്ടർ ഓഫ് എ AC sinusoidal AC waveform is defined as. നമ്മൾ വാല്യൂസ് ഒക്കെ പഠിച്ചു, 1.11 വാല്യൂ ആണെന്നൊക്കെ പഠിച്ചു അല്ലെ. അപ്പൊ ഏതായിരുന്നു ഫോർമുല? ഫോർമുല ഏതാണ്? നോക്കിയേ, ഇതിനകത്ത് ഏതൊക്കെയാണ്? RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ, ആവറേജ് വാല്യൂ ബൈ RMS വാല്യൂ, പീക്ക് വാല്യൂ ബൈ RMS വാല്യൂ, RMS വാല്യൂ ബൈ പീക്ക് വാല്യൂ. ഏതാണ് ഇതിനകത്ത് വരിക? നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ തന്നെ 2 or 3 തവണ അത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ദ ഫോം ഫാക്ടർ ഓഫ് എ സൈനസോയിഡൽ AC വേവ്ഫോം ഈസ് RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ്. വാല്യൂ 1.11 ആണ്. വാല്യൂ എന്താണ്? 1.11 ആണ്. ആ വാല്യൂ കൂടി പഠിക്കുക. എല്ലാത്തിൻ്റെയും വാല്യൂസ് പഠിച്ചു പോകണം. ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ നിങ്ങൾ തറോ ആയിട്ട് പഠിച്ചു പോവുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 23. In a purely resistive AC circuit, what is the phase difference between the voltage and current എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്യുവർലി, അതായത് കപ്പാസിറ്റീവ് ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഒന്നും അല്ല, പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ എങ്ങനെയാണ്? പ്യുവർലി റെസിസ്റ്റീവ് AC സർക്യൂട്ട്, വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറന്റ് എന്നാണ് തന്നിട്ടുള്ളത്. വോൾട്ടേജും കറന്റും എങ്ങനെയായിരിക്കും? ഇൻ ഫേസിലായിരിക്കും അല്ലെ. വോൾട്ടേജും കറന്റും ഏത് രീതിയിലായിരിക്കും? ഇൻ ഫേസിലായിരിക്കും. അപ്പൊ എന്തായിരിക്കും? പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ഫേസ് ഡിഫറൻസ് വിൽ ബി 0. ഫേസ് ഡിഫറൻസ് വിൽ ബി 0 ഡിഗ്രി ആയിരിക്കും. അത് ഇൻ ഫേസിലായിരിക്കും. നമ്മൾ ആ ഗ്രാഫും കാര്യങ്ങളൊക്കെ വരച്ച് പഠിക്കുമ്പോൾ കാണുന്നതാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടുത്തെ പ്യുവർലി റെസിസ്റ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതേപോലെ നിങ്ങളോട് കപ്പാസിറ്റീവ് ചോദിക്കാം, ഇൻഡക്റ്റീവ് ചോദിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഫേസ് പ്യുവർലി റെസിസ്റ്റീവ് AC സർക്യൂട്ടിനകത്ത് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറന്റ് എന്ന് പറയുന്നത് ഇൻ ഫേസിലായിരിക്കും. ദാറ്റ് ഇറ്റ് വിൽ ബി എന്താണ്? 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 24. The peak value of an alternating current is 5 ampere and frequency is 60 hertz. How long will the current starting from 0
take to reach the peak value? കുറച്ചൊരു അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താ ചോദിച്ചിട്ടുള്ളത്? the peak value of an alternating current. peak value തന്നിട്ടുണ്ട് അല്ലേ. peak value ഇവിടെ പ്രൊവൈഡഡ് ആണ്. പിന്നെ നോക്കിയേ, ഫ്രീക്വൻസി ഈസ് 60 ഹെർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹൗ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൗ ലോങ് വിൽ ദ കറന്റ് സ്റ്റാർട്ടിങ് ഫ്രം സീറോന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് എന്താ ടേക്ക് ടു റീച്ച് ദ പീക്ക് വാല്യൂലോട്ട് എത്തി. റീച്ച് ദ പീക്ക് വാല്യൂലോട്ട് എത്താൻ എത്ര ടൈം എടുക്കുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ടൈം പീരീഡ് എങ്ങനെയാണ്, ടി ഈക്വൽ ടു 1/f ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, സീറോയിൽ നിന്നും നോക്കിയേ, ഹൗ ലോങ് വിൽ ദ കറന്റ് സ്റ്റാർട്ടിങ് ഫ്രം സീറോയിൽ നിന്ന് എടുത്തിട്ട് ടു റീച്ച് എ പീക്ക് വാല്യൂ. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സൈൻ വേവ് ഫോം അല്ലെ, അതിലെ എത്ര സമയം എടുത്തു അതാണ് ചോദിച്ചിട്ടുള്ളത്. ആ പീക്ക് വാല്യൂയിലേക്ക് എത്താൻ എത്ര ടൈം എടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടൈം എങ്ങനെയായി മാറും, ടി ഈക്വൽ ടു ടി എന്തായി മാറി, T/4 ആയി മാറി. അതായത് ഈ ഒരു പകുതിയല്ല, അതിന്റെയും കാൽഭാഗം അത്രയല്ലേ എടുക്കുന്നുള്ളൂ പീക്ക് വാല്യൂ. ഇതാണ് നമ്മുടെ പീക്ക് വാല്യൂ, ഇതല്ലേ പീക്ക് വാല്യൂ. ഇതിലേക്ക് എത്താൻ അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഹൗ നോക്കിയേ, ടു ടേക്ക് റീച്ച് ദ പീക്ക് വാല്യൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ടി ഈക്വൽ ടു അല്ലേ, ടി ഈക്വൽ ടു എന്ത് ചെയ്യാം, T/4 എടുക്കാം. ടി ഈക്വൽ ടു T/4 എടുക്കാം. ദാറ്റ് ഈക്വൽ ടു 1/4f. ഫ്രീക്വൻസി ക്വസ്റ്റ്യനിലില്ലേ, അത് വെച്ച് കണ്ടുപിടിച്ചൂടെ ടൈം പീരീഡ്. അപ്പൊ ഫ്രീക്വൻസി എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, 60 ഹെർട്സ് എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ കറന്റും തന്നിട്ടുണ്ട്. കറന്റ് ഈക്വൽ ടു 5 ആംപിയർ എന്നും ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെയ്താൽ പോരെ. അപ്പൊ എന്താ, ടി ഈക്വൽ ടു നമ്മളോട് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് 1/4 × 60 ചെയ്താൽ മതി. 4 × 60 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്, 1/6 × 4 എന്ത് വരും, 240 സെക്കൻഡ്. 240 സെക്കൻഡ് എന്ന് കിട്ടും. മനസ്സിലായില്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കണം കേട്ടോ. ടൈം പീരീഡ് അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അതാണ് ഞാൻ റിപ്പീറ്റഡ് ആയി വായിക്കാൻ പറഞ്ഞത്. ഫ്രം 0 ടേക്ക് ടു റീച്ച് ദ പീക്ക് വാല്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സീറോയിൽ നിന്ന്, ഇതാണ് സീറോ അല്ലെ, സീറോയിൽ നിന്ന് പീക്ക് വാല്യൂ എത്താനുള്ള സമയം, അതാണ് നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. The relationship between peak value of current I0 and RMS current IRMS is. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീക്ക് വാല്യൂ ഓഫ് കറന്റ് ആൻഡ് RMS കറന്റ് എന്ന് പറയുന്നതിന്റെ റിലേഷൻഷിപ്പ് എന്താ, IRMS അതാണ് ചോദിച്ചിട്ടുള്ളത്. IRMS ഈക്വൽ ടു എന്താണ് പഠിച്ചത്, റിപ്പീറ്റഡ് ആണ്, വീണ്ടും വീണ്ടും ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. IRMS ഈക്വൽ ടു എന്താണ്, Im/√2 അല്ലെ. IRMS ഈക്വൽ ടു Im/√2 ആണ് പഠിച്ചിട്ടുള്ളത്. അതിൽ ഉണ്ടോ, ഇതിനകത്ത് ഉണ്ട്, Im/√2. ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ AC ഫണ്ടമെന്റൽസ് പഠിക്കുമ്പോൾ ഇതുപോലുള്ള, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള വാല്യൂസും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നോട്ട് ചെയ്ത് പോകേണ്ടത്. അത്രയും ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ CC ആപ്പിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. താങ്ക് യു.